നമ്മളൊരു ഡ്രീം ഹോം പണിയുമ്പോൾ സാധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള കുറേ സംശയങ്ങളുണ്ടാകും അല്ലേ? അപ്പോൾ ആ സംശയത്തിൻ്റെയൊക്കെ മറുപടി പറയാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ADS അസോസിയേറ്റ്സിൻ്റെ CEO ആയിട്ടുള്ള എഞ്ചിനീയർ നവാസ് മീരാനാണ്. സാറിനോട് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏത് ടൈപ്പിലുള്ള ഫൗണ്ടേഷനാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മഴ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ മഴ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ മൺസൂൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈനിൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് അതൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണോ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആണോ എന്നുള്ളതാണ്. ഇതിൻ്റെ മാസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. റെസിഡൻഷ്യൽ പ്രോജക്റ്റ് കമ്പാരിറ്റീവ്ലി ചെറിയ വോളിയം ആയിരിക്കും. കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിൽ വലിയ വോളിയം ആയിരിക്കും. 1-ലധികം 10-ലധികം നിലകളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫൗണ്ടേഷനിൽ ആ ഒരു വ്യത്യാസം വരും. അപ്പോൾ ജനറലി ആ ഒരു പർട്ടിക്കുലർ ലാൻഡിൽ ഉള്ള സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ആ സോയിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അതിനകത്തൊരു ഫൗണ്ടേഷൻ ഡിസൈനിലോട്ട് പോകുന്നത്. അത് നോർമലി റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഒരു ലാറ്ററൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ പാര് മണ്ണ് എന്ന് പറയുന്ന ഏരിയ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡം റബിൾ മേസൻട്രി മതി. RR മേസൻട്രി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ പാറ കൊണ്ട് പണിയുക. അതേസമയം അതൊരു വെള്ളക്കെട്ടുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് പണിയാൻ പോകുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു 4 അടി 5 അടി ഇതിലൊക്കെ വാട്ടർ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെൽ ഫൗണ്ടേഷനാണ് അനുയോജ്യമായിട്ട് വരുന്നത്. പിന്നെ ചില ഏരിയയിൽ നല്ല ക്ലേ ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീടിനാണെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലാണെന്നുണ്ടെങ്കിലും ഫൗണ്ടേഷൻ ചെയ്യുന്നത് പൈൽ ഫൗണ്ടേഷൻ തന്നെ ആയിരിക്കണം. അപ്പം ഇങ്ങനെയാണ് ഇതിനകത്തൊരു വേരിയേഷൻസ് വരുന്നത്. ഇത് ബേസിക്കലി അതിൻ്റെ ആ ഒരു മാസം അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പം സാധാരണ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതാണ് ഈ സ്ലോപ്ഡ് റൂഫ്സ്, ചരിഞ്ഞ മേൽക്കൂര. ഈ ഒരു ചരിഞ്ഞ മേൽക്കൂര പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? സ്ലോപ്ഡ് റൂഫ് തന്നെയാണ് അത്. കാരണം നമ്മുടെ നാട്ടിൽ മഴ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകാനായിട്ട് സ്ലോപ്ഡ് റൂഫ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ ഫ്ലാറ്റ് സ്ലാബ് ആയിട്ടാണ് ചെയ്തു പോകുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ റൂഫ് ടോപ്പ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് അതിലും ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരിക്കലും റൂഫിന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല. അത് വളരെ സ്പീഡായിട്ട് തന്നെ ഒഴുകിപ്പോകും. അപ്പോൾ സ്ലോപ്ഡ് റൂഫാണ് ഏറ്റവും നല്ലത്. സ്ലോപ്ഡ് റൂഫാണ് ഏറ്റവും അനുയോജ്യം. ഓക്കെ. പക്ഷെ ഇപ്പോഴാ ഈ കൂടുതൽ വീടിന് ഭംഗി കൂട്ടാനായിട്ട് ഒരുപാട് ഡിസൈൻ വരുന്നത് കൊണ്ട് ഈ ഒരു സ്ലോപ്ഡ് റൂഫ് ഇപ്പം അതിൻ്റെ ഒരു എണ്ണം കുറയുന്നുണ്ട്. അതെ, ഇപ്പോൾ ഉള്ള മോഡേൺ ആർക്കിടെക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന പ്രോജക്ട്സുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പഴയതുപോലുള്ള സ്ലോപ്ഡ് സൺഷെയ്ഡ് അല്ലെങ്കിൽ സ്ലോപ്ഡ് റൂഫ് ഇതൊന്നും കാണുന്നില്ല. പരമാവധി സൺഷെയ്ഡ്സ് അവോയ്ഡ് ചെയ്താണ് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ വാട്ടർ സീപ്പേജ് വീടിനുള്ളിലേക്ക് വരാം. വെച്ചാൽ നമ്മളിപ്പോൾ അലുമിനിയം വിൻഡോസ് പ്രൊവൈഡ് ചെയ്താൽ അതിൽ ഒരു സൺഷെയ്ഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ പറയുന്ന കോൺക്രീറ്റും അലുമിനിയം തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാവും. അവിടുത്തെ ആ ഒരു സീലൻ്റ് ഒക്കെ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അതുവഴി വെള്ളം അകത്തേക്ക് വരാം. എന്തായാലും മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അതിൻ്റെ കൂടെ കാറ്റ് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അതിനകത്തൊരു നല്ലൊരു ചാൻസാണ് വെള്ളം അകത്ത് വരാൻ. അപ്പോൾ എന്തായാലും സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്ത് തന്നെ, എസ്തെറ്റിക്സിൽ ഉപരി സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്ത് തന്നെ വീടിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം. ഒരു വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫെമിലർ ആയിട്ട് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ്. ലാറ്ററൈറ്റ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ വെട്ടുകല്ല്. അത് വെട്ടുകല്ല് നമ്മുടെ നോർത്തേൺ കേരള ഭാഗത്തോട്ട് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ സദേൺ റീജിയനിലാണ് അത് അധികം കാണാത്തത്. വെട്ടുകല്ല് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇഷ്ടിക, നമ്മൾ കാണുന്ന റെഡ് ബ്രിക്സ് എന്ന് പറയുന്ന ഇഷ്ടിക, ചൂടുകല്ല് ഉപയോഗിക്കുക. ബാക്കി പിന്നെ വുഡ്, തടി വെച്ചിട്ടുള്ള ജോയിനറീസ്, ഇതാണ് മെയിനായിട്ടുള്ള നാച്ചുറൽ പ്രോഡക്ട്സ്. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഏറ്റവും അഫോർഡബിൾ ഏതായിരിക്കും? എന്നാൽ നല്ല ഡ്യൂറബിളും ഏതായിരിക്കും? അഫോർഡബിളും ഡ്യൂറബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് എപ്പോഴും ബ്രിക്സ് തന്നെയായിരിക്കും. ബ്രിക്സ് തന്നെയാണ് നമുക്ക് മാക്സിമം ലൈഫ് കിട്ടുന്നതും. കമ്പയർഡ് ടു ടെക്നിക്കൽ സൈഡിൽ വന്നാൽ അതിൻ്റെ ഒരു വാട്ടർ അബ്സോർപ്ഷൻ കുറവാണ് കമ്പയർഡ് ടു സിമെൻറ്റ് ബ്രിക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂടുകല്ലിന്. അതുകൊണ്ട് ചൂടുകല്ല് തന്നെ ധാരാളമായി ഉപയോഗിക്കുന്നതായിരിക്കും ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റവും അനുയോജ്യം. ഒരു വീട് നിർമ്മാണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വെന്റിലേഷൻ.
അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? വെന്റിലേഷൻ നമുക്ക് പല രീതിയിൽ മാനേജ് ചെയ്യാം. അതിനകത്ത് മെയിനായിട്ട് ഈ ഒരു എയർ ഫ്ലോ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ബിഗ് സൈസിലുള്ള വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാം അതെ. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു കോർട്ട്യാർഡ് സ്പേസ്, ഓപ്പൺ സ്പേസ്, നടുമുറ്റം എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ ലൈറ്റ് വെല്ലായിട്ടൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ഒരു പർഗോള പോലുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടും എയർ വെന്റിലേഷൻ റൂഫിലുള്ള എയർ സർക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം. പിന്നെ ഈ ഓപ്പൺ സ്പേസസ് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ഇപ്പോൾ ബാൽക്കണി മാതിരിയുള്ള ഓപ്പൺ സ്പേസസ് കൊടുത്തു കഴിഞ്ഞാൽ വൺസ് നമ്മുടെ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കി ഇടുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനിലുള്ള എയർ ഫ്ലോ അടുത്ത ഡയറക്ഷനിലോട്ട് തിരിച്ചു പോകും. ഇങ്ങനെ ഈ ഒരു 2-3 രീതിയിൽ നമുക്ക് എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വെന്റിലേഷൻ പ്രോപ്പർ ആക്കാം. ഒരുപാട് മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം. അപ്പോഴൊരു വീട് നിർമ്മാണത്തിന് ഇതിനു വേണ്ടി എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയായിരിക്കും? അതെ, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഴ ധാരാളമായി ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഒരു വീട്ടിൽ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ലാൻഡിൻ്റെ ഉള്ളിലും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും വരുന്ന വെള്ളം പ്രോപ്പറായിട്ട് ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അത് എത്തിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ അവിടുന്ന് നമ്മുടെ വെല്ലുമായിട്ട്, നാച്ചുറൽ വെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ്, റൂഫ്സ് എല്ലാം വാട്ടർ പ്രൂഫിങ് ചെയ്ത് റൂഫ്, ബാൽക്കണി ഏരിയ, വാട്ടർ കണ്ടൻറ്റ് വരുന്ന പോർഷൻസ് എല്ലാം ഇപ്പം റൂഫായാലും അതേപടി ഓപ്പൺ ടെറസ് വരുന്ന ഭാഗങ്ങളാണെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ പ്ലിന്ത് ലെവൽ മീൻസ് ബേസ്മെൻ്റ് എന്ന് പറയുന്ന പോർഷൻ ഹൈറ്റ് കൂട്ടി ചെയ്യുക. ഹൈറ്റ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് മാക്സിമം നമുക്ക് ഈ പറയുന്ന റെയിൻഫോളിൽ നിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടാവും. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കാണുന്നതാണ്, ഒരു വീട് വെക്കുമ്പോൾ അതിൽ അവർ ഇമ്പോർട്ടൻസ് കൂടുതൽ നൽകുന്നത് തടി കൊണ്ടുള്ള ഓരോ ഇതിനായിരിക്കും. ഇപ്പം കട്ടള, വാതിൽ, ജനൽ, കട്ടിൽ, എല്ലാത്തിനും ഒരു തടിയുടെ ഒരു മെയിനായിട്ടുള്ളൊരു ഇത് ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ വീട് നിർമ്മാണത്തിൽ ഈ വുഡിനുള്ള പ്രാധാന്യം എന്താണ്? ഇപ്പോഴും വുഡിനുള്ള പ്രാധാന്യം കുറവ് എന്നില്ല. ഇപ്പോഴും വുഡിന് പ്രാധാന്യമുണ്ട്. പക്ഷെ കൂടുതലായും കണ്ടുവരുന്നത് ഈ റീസൈക്കബിൾ മെറ്റീരിയൽസ് ലൈക്ക് നമ്മുടെ അലുമിനിയം വിൻഡോസ്, സ്റ്റീല്, ഇത് ധാരാളമായി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ഡോർസ്, എപ്പോഴും എൻട്രി ഡോറും എക്സിറ്റ് ഡോറും മാത്രമാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് ഒരു ടീക്ക് വുഡിൽ അല്ലെങ്കിൽ വുഡിൽ ചെയ്യുന്നത്. ബാക്കി ഇൻറ്റേർണൽ വരുന്നതിന് അത്രമാത്രം കോസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ഈ മോൾഡഡ് ഡോസ്, എൻജിനീയർഡ് ഡോസ്, ഇങ്ങനെ വരുന്ന കുറേ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്ത് കോസ്റ്റ് വൈസും കുറയ്ക്കാം. പക്ഷേ ബെഡ്റൂംസിനൊക്കെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വിൻഡോസ് കുറച്ചും കൂടി ലാർജർ ടൈപ്പ് വിൻഡോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അലുമിനിയം വിൻഡോസ്, അതേപടി തന്നെ UPVC, ഇങ്ങനെയുള്ള ഓപ്ഷൻസും കൂടി ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വെച്ച് നമുക്ക് മാക്സിമം കോസ്റ്റും കൺട്രോൾ ചെയ്യാം. നമ്മുടെ മലയാളികൾ ഒരു തറക്കല്ലിടുന്നത് മുതൽ വീട് പണി പൂർത്തിയാക്കുന്നത് വരെയും വാസ്തു നോക്കുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി വാസ്തുശാസ്ത്രത്തിന് ഇതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഫോറിൻ കൺട്രീസിലൊന്നും ഇതൊന്നും നോക്കാതെ വീട് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ മാത്രമാണോ ആക്ച്വലി അതിൻ്റെ ആവശ്യമുണ്ടോ? അതെ, വാസ്തു ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഒത്തിരി നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്തൊരു മേജർ പാർട്ടായിട്ട് വരുന്നൊരു ഭാഗമാണ് വാസ്തു ശാസ്ത്രം ബേസ് ചെയ്തിട്ടുള്ളത്. അത് മെയിൻലി ഓരോ ക്ലയൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ ക്ലയൻറ്റും ഒരേപോലെ അല്ല. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു അണുകുടുംബം എന്നുള്ളൊരു രീതിയിലോട്ട് വരുമ്പം നമ്മുടെ സിറ്റിക്കകത്തൊക്കെ കാണുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അതിനകത്ത് ഈ വാസ്തു ഇപ്പം എല്ലാം ഒരു നമ്മുടെ മൺസൂണിനനുസരിച്ച് വേണ്ടുന്ന മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3 സെൻറ്റിലും 5 സെൻറ്റിലും ചെയ്യുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ വാസ്തു വലിയ അഫക്റ്റ് ചെയ്യാതെ പോകും. അതേസമയം അതുപോലുള്ള ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ വാസ്തു കൂടിപ്പോയി കഴിഞ്ഞാൽ, വാസ്തുശാസ്ത്രത്തിൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൂടിയാൽ നമ്മൾ ഒരുപാട് ആ ഒരു ഡിസൈൻ, എസ്തെറ്റിക്സ് ഡിസൈനിനെ ഒത്തിരി കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അത് എപ്പോഴും ചെറിയ ലാൻഡിൽ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ജനറലി ഉള്ള ഇപ്പോൾ ഒരു ഈസ്റ്റ് സൈഡിൽ വരുന്ന കന്നിമൂല അല്ലെങ്കിൽ അഗ്നികോൺ, ഇങ്ങനെ വരുന്ന പോർഷൻസ് എല്ലാം
മാത്രം ശ്രദ്ധിച്ച് ജനറലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇത് പിന്നെ പേഴ്സൺ ടു പേഴ്സൺ ഇത് ചേഞ്ച് ആവുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒരുപോലെ അല്ല വാസ്തു. അതെ, ഒരു കട്ടിലിടണമെങ്കിൽ തന്നെ അതെ, വാസ്തു നോക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ വാസ്തു നോക്കാതെ ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരും ധാരാളമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വീട് പണിയുമ്പോൾ, ഒരു നോർമൽ ബഡ്ജറ്റിൽ ഒരു വീട് പണിയുമ്പോൾ എത്ര സമയം എടുക്കും നോർമലി? ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ സൈസ് ഓഫ് ദ ബിൽഡിംഗ്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന വോളിയം ഡിഫറൻസ് ആവുന്ന അനുസരിച്ച് ഇത് വേരി ചെയ്യും. അപ്പം ജനറലി സ്മോൾ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ 6 to 1 year മതിയാവും. അതേസമയം വലിയ പ്രോജക്റ്റ് ലൈക്ക് ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഓൾമോസ്റ്റ് 1.5 to 2 years വരെയൊക്കെ എടുക്കാറുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക്സും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ വാട്ടർ പ്രൂഫിങ് അത്യാവശ്യമായിട്ടുള്ളതൊന്നല്ലേ? അതെ, വാട്ടർ പ്രൂഫിങ് നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷന് വളരെ അത്യാവശ്യമാണ്. നമുക്കിപ്പോൾ എല്ലാ റൂഫ് സ്ട്രക്ചേഴ്സും വാട്ടർ പ്രൂഫിങ് ചെയ്യാം. അതേപടി ഫസ്റ്റ് ഫ്ലോറിലുള്ള വാഷ്റൂംസിൻ്റെ ഫ്ലോറെല്ലാം വാട്ടർ പ്രൂഫ് ചെയ്യാം. ഈ പറയുന്ന സൺഷെയ്ഡിൻ്റെ എഡ്ജസ് ഒക്കെ വാട്ടർ പ്രൂഫിങ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ചെയ്തു പോകുന്നത് എപ്പോഴും അനുയോജ്യമായിരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്നതാണ്, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് പേര് പുറത്തോട്ട് ജോലി അന്വേഷിച്ചു, അല്ലെങ്കിൽ പുറത്താണ് ഇപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് നിന്നിട്ട് നാട്ടിലൊരു വീട് വെച്ചിട്ട് പിന്നെ വീടൊക്കെ സെറ്റായിട്ട് തിരിച്ചു വന്ന് നാട്ടിൽ തന്നെ പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പുറത്തിരുന്നിട്ട് തന്നെ ആ ക്ലയൻസിന് എത്രത്തോളം പോസിബിൾ ആണ് നാട്ടിലൊരു വീട് വെക്കാനായിട്ട്? കാരണം നമ്മൾ പറയും, ഒരു വീട് വയ്ക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ കൈ ഉണ്ടാവണം, നമ്മുടെ കണ്ണുണ്ടാവണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ മാറി ഇന്ന് അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും? അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് പുറത്താണ്, പല പല രാജ്യങ്ങളിലായിട്ടാണ് ഉള്ളത്. അത് അവർക്കെല്ലാവർക്കും അവർ സ്ഥലത്തില്ലെങ്കിലും നാട്ടിൽ വീട് വെക്കാവുന്ന കാര്യം പോസിബിൾ ആണ്. അതിന് ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൻ്റെ അപ്രൂവൽസ് എടുക്കുക, ഒരു കൺസേൺഡ് പേഴ്സണ് പവർ ഓഫ് അറ്റോർണി കൊടുക്കുക, അതുപോലെ ഒരു നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീമിനോ അല്ലെങ്കിൽ ഇതുപോലെ കൺസ്ട്രക്ഷൻ വിത്ത് ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്ന ഒരു ഏജൻസിക്കോ ഈ വർക്ക് അവാർഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവർ എന്നിട്ട് അത് പ്രോപ്പറായിട്ട് ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകും. അതിനകത്ത് വേറൊരു പഴയ പോലുള്ളൊരു ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് എങ്ങനെ വേണോ മോണിറ്റർ ചെയ്യാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ എങ്ങനെ കേൾക്കാറുണ്ട്, മറ്റേ ക്യാമറ CCTV വെച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് ഇവിടുത്തെ വർക്ക് കാണാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. കാണാൻ പറ്റും. അതുപോലെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അവർക്ക് വേണമെങ്കിലും ഇവിടെ വെക്കാം. അതുപോലെ ഇത് ഡെയിലി വീക്കിലി അപ്ഡേറ്റ്സ് എല്ലാം കൊടുത്തു പോകാൻ പറ്റും. വീക്കിലി ഇതുപോലെ മീറ്റിംഗ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ എല്ലാം കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. ഇപ്പോൾ ക്ലയൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ക്ലയൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നോളും.